നിന്നോട് മാത്രം ഞാൻ ആരാധിക്കുന്നു എന്ന് പറയുമ്പോ കല്ലേരി CK കല്ലേരി സാഹിബ്, പ്രിയപ്പെട്ട കല്ലേരി സാഹിബ്, അതിന്റെ നിന്നോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്നെ ഞാൻ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു എന്ന് പറയുമ്പോ അവിടെ ഔലിയാക്കളോട് തേടാൻ പറ്റൂലെന്ന് എവിടെയും കൊടുത്തിട്ടില്ല. ഒരു തഫ്സീറിലും സുന്നത്ത് ജമാഅത്തിന്റെ അവര് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരി. ഉസ്താദെ, ഞാൻ തഫ്സീർ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഇമാമിങ്ങളോ തഫ്സീറോ മുഫ്സിറിനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ആരാ ഇന്ന ആള് പറഞ്ഞ്, ഇന്ന ഇമാം പറഞ്ഞ്, ഇന്ന തഫ്സീറിലുണ്ട്, ഇന്ന മുഫ്സിർ പറഞ്ഞു, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞ എന്താണ്, അള്ളാഹു സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും ഞാൻ എടുത്തിട്ടില്ല. കൊണ്ടുവന്നിട്ട് ജനങ്ങളെ അറിയിച്ച് നോക്കാം. ഇതാ ഞാൻ ഒന്നാമത്തെ മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ പ്രമാണം എന്താണ്? ഖുർആനല്ലേ. അതാണ് ഞാൻ ഓതിയത്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വേറെ ഒരുത്തനെ ആരാധിക്കില്ല. വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ, വേറെ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയോടും സഹായം തേടുകയില്ല. ഇത് സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു പറഞ്ഞതാ, അല്ലാതെ മുഫ്സിരിങ്ങൾ പറഞ്ഞല്ല, ഇമാമിങ്ങൾ പറഞ്ഞല്ല, തഫ്സീറിലുള്ള അല്ല. ഓക്കെ, ജനങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് പ്രസന്റേഷൻ ഉണ്ട്. എനിക്ക് പ്രസന്റേഷൻ ഒന്നും വേണ്ട. ഇത് സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു ഇന്നതാണ്, ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് ജനങ്ങൾ അറിഞ്ഞാൽ മതി. എനിക്ക് അറിയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരിക, അതാണ് കൊണ്ടുവരേണ്ടത്. പിന്നെ അതിന്റെ നേരെ ലാസ്റ്റ് ഉള്ളത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അതിലേക്ക് പോകുമ്പോഴാണ് രസമുള്ളത്. ഉസ്താദെ, അതിന്റെ മുമ്പ് ഞാൻ കൊണ്ടുവന്ന് എൻ്റെ തെളിവ്, എൻ്റെ പ്രമാണം ഞാൻ ഉദ്ധരിച്ചു. ഖുർആനാണ് എൻ്റെ ഒന്നാമത്തെ പ്രമാണം, രണ്ടാമത്തെ ഹദീസാണ്. ഞാൻ ഒന്നാമത്തെ പ്രമാണം ഉദ്ധരിച്ചിട്ടാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവോട് മാത്രമേ സഹായം തേടാവൂ എന്ന് ഞാൻ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി പിന്നെ എന്താണ് നിങ്ങളെന്താ പറഞ്ഞ് ഒന്നുകൂടി കേക്കട്ടെ. അറിയിച്ചാൽ നിങ്ങൾക്ക് പ്രസന്റേഷൻ ഉണ്ട്, അറിയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരിക, അതാണ് കൊണ്ടുവരേണ്ടത്. പിന്നെ അതിന്റെ നേരെ ലാസ്റ്റ് ഉള്ളത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഉസ്താദ്മാർ അതെന്താ പഠിച്ചതെന്ന് എല്ലാവരും കേട്ടോളി. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നത് ഉസ്താദ്മാർ എന്താ പഠിച്ചത്? ഇപ്പൊ ഇയ്യാക നഅ്ബുദു വയ്യാക നസ്തഈൻ ഉസ്താദ്മാർ പഠിച്ച നിങ്ങൾ കേട്ടല്ലോ. ഇനി സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഉസ്താദ്മാർ എന്താ പഠിച്ചതെന്ന് കേട്ടോളി. അതിലേക്ക് പോകുമ്പോഴാണ് രസമുള്ളത് കല്ലേരി സാഹിബ്, അതിലേക്ക് പോകുമ്പോഴാണ് രസമുള്ളത്. അതിലേക്ക് പോകുമ്പോ അവിടെ പറയുന്നത് എന്താ അറിയോ? രസമുള്ള കേട്ടോളി. ഉസ്താദ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം പഠിച്ചത് എല്ലാവരും കേട്ടോളി. രസം കേൾക്കാൻ നമുക്ക് ഉസ്താദിന്റെ അടുത്ത് വരട്ടെ. സ്വാലിഹീങ്ങളല്ലാത്ത പാതയിൽ, സ്വാലിഹീങ്ങളുടെ പാതയിലാണ് അവിടെ നമ്മളെ പെടുത്താൻ പറയുന്നത്. എങ്ങനെ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, സ്വാലിഹീങ്ങളുടെ പാത അല്ലാലോ ഉസ്താദേ, അങ്ങനെയല്ലാലോ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം സ്വാലിഹീങ്ങളുടെ പാത എന്നല്ലേ, അല്ലാലോ ഉസ്താദേ. ഉള്ള പോലെ നിങ്ങൾ നോക്ക്, അള്ള പറഞ്ഞത് തന്നെ പറഞ്ഞു നോക്ക് നിങ്ങള്. പിന്നെ സ്വാലിഹികളല്ലാത്തവര് പിന്നെ വഹാബികളാണ്. വഹാബികളെ കൂട്ടത്തില് നമ്മളെ പെടുത്തല്ലേ അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സുന്നികൾ, അതാണ് രസമുള്ളത് അവിടെ. നിങ്ങൾ പറയോ ഉസ്താദേ? സ്വാലിഹീങ്ങളുടെ പാതയിൽ എന്നല്ല അവിടെ ഉള്ളത്. സാലിഹ്യങ്ങളുടെ പാതയിലല്ലാത്തവരുടെ വഹാബികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുത് എന്നും അല്ല അവിടെ ഉള്ളത്. അപ്പൊ ഉസ്താദ് എന്ത് ചെയ്യണം? ഖുർആനിലുള്ളത് മാത്രമേ